ഫ്രണ്ട്സ്, നമ്മൾ പഴയ ടെൻറ്റ് തിരിച്ചു കൊടുത്തിട്ട് പുതിയ ടെൻറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്നാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ടെൻറ്റാണ് കേട്ടോ. കളറും കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പുതിയ സാധനമാണ്. നേരത്തെ ഫ്ലിപ്കാർട്ട് പറ്റിച്ചുമല്ല, നമ്മളെ ആമസോൺ എന്തായാലും പറ്റിച്ചിട്ടില്ല. എന്നാലും ഞാനിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്ന ആ ദിവസമാണ്, ഊട്ടിയിലേക്ക് പോകുന്ന ദിവസമാണ് ടെൻറ്റ് വന്നത്. അത് തന്നെ വലിയ ഉപകാരം. അപ്പോൾ ഇനി ഇത് ഞാൻ സെറ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ കാണിച്ചു തരാം. പോകുന്ന യാത്രയിൽ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് തിരിച്ചിനി പാക്ക് ചെയ്ത് എല്ലാം ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങണം. ബാക്കി ബാഗ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പോകാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും ഡ്രസ്സും ബാക്കി ബാഗ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എക്സോട്ടിക് പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഊട്ടി പോകാൻ വേണ്ടിയിട്ടുള്ള ട്രിപ്പിന് വേണ്ടി റെഡിയായി കഴിഞ്ഞു. നമ്മളിപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ തമിഴ്നാട് വഴിയാണ് യാത്ര പോണത്. ഇപ്പോൾ പോകുന്ന സമയത്ത് എന്തായാലും തമിഴ്നാട് വഴിയാണ് ഊട്ടിയിലേക്ക് പോണത്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയോടെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ യാത്ര നമ്മൾ എഫിസെറ്റിലാണ് പോണത്. അപ്പോൾ നമ്മൾ നേരെ ഞാനിപ്പോൾ തമിഴ്നാട് വഴി, അതായത് തിരുനെൽവേലി വഴി നേരെ കോയമ്പത്തൂർ മേട്ടപ്പാളയം വഴിയാണ് ഊട്ടിയിലേക്ക് പോണത്. അപ്പോൾ ഒരു 3-4 ദിവസം എന്തായാലും ഉണ്ടാവും യാത്ര. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഊട്ടി ചെന്നിട്ട് തീരുമാനിക്കണം എന്താണ്, എങ്ങോട്ടൊക്കെയാണ് പിന്നീട് പോകേണ്ടത്. കുറച്ച് പ്ലാനുണ്ട്, പോകേണ്ട കുറച്ച് സ്ഥലങ്ങൾ എന്തായാലും ലിസ്റ്റിലുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ പരമാവധി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വേണ്ടിയുള്ള ആ ബെല്ലൈക്കൺ കൂടെ മറക്കാൻ ഓണാക്കിയിട്ടേക്കുക. വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ട്രാവൽ വീഡിയോസ് ഒത്തിരി വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും യാത്ര തുടങ്ങട്ടെ. ഇവിടെ ക്യാമ്പ് ടെൻ്റ് അടിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഇവിടെ സേഫ് ആയിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് വെളിച്ചം കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി ഇപ്പോൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഇന്നത്തേക്ക് ഇവിടെ സ്റ്റേ അടിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം യാത്ര തിരിച്ചിരിപ്പോൾ അടുത്ത ദിവസം രാവിലെ 7:15 ഞാൻ കിടന്ന് ഉറങ്ങി. അതായത് രാത്രി ഒരു 12 മണി വരെ ഞാൻ ബൈക്ക് ഓടിച്ചിട്ട് ഇങ്ങനെ വരായിരുന്നു. അപ്പം ഉറക്കം വന്നു. പിന്നെ മധുര എത്തുന്നതിന് ഒരു 40 കിലോമീറ്റർ മുമ്പാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഹൈവേ ആണ് കേട്ടോ. തിരുനെൽവേലിയിൽ നിന്ന് മധുര പോകുന്ന ഹൈവേയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ പോകേണ്ടത് അങ്ങോട്ടാണ്, മധുരയിലോട്ടാണ്. ഞാനിവിടെ ടെൻ്റ് അടിച്ച് കിടക്കുകയായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഹൈവേ യാത്ര ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ സേഫ് ആയിട്ടുള്ളൊരു സ്പോട്ട് കണ്ടു. ഒരു കടയും അതിൻ്റെ അടുത്ത് തന്നെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ ടെൻ്റ് അടിച്ചു. ബൈക്കൊക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെളുപ്പം രാവിലെ. അതിൻ്റെ ഒരു നനവൊക്കെയാണ്. അങ്ങനെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു കിടക്കുകയായിരുന്നു. കണ്ടില്ല, കാണിച്ചു തരാം. അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ടെൻ്റ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ നല്ല നീളമുണ്ട്. നമുക്കിങ്ങനെ ഡയഗണലായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് നല്ലപോലെ അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റും. ബാഗും ഹെൽമെറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി എന്തായാലും എല്ലാം കൂടെ മധുരയിലേക്ക് ഒരു 40 കിലോമീറ്റർ, എല്ലാം കൂടെ ഇനി ഒരു 100-300 കിലോമീറ്ററോളം പോകാനുണ്ട്. ഇനി കൂടുതലുണ്ട്. അപ്പോൾ എന്തായാലും വഴിയെ കാഴ്ചകൾ കാണാം. ഇനി എന്തായാലും നിൽക്കുന്നില്ല, 7:30 ആയി. ഇനി കുറച്ച് ദൂരം കൂടെ പോയിട്ട് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും എന്തായാലും ഊട്ടിയിലേക്ക് കയറണം.
ഞാൻ കഴിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി. നാട്ടിൽ ഇവിടെ ഒരു സ്പോട്ട് കിട്ടി, ചെറിയൊരു കടയും വീടും കൂടെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ രാവിലെ വെള്ളമൊക്കെ കണ്ടെയ്നറിൽ വന്നിട്ടുണ്ട്. അവരതാ ഇപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. കുടിവെള്ളമൊക്കെയാണ്. അവിടെ ഞാൻ തന്നെ ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മധുരൈ കഴിഞ്ഞിട്ടൊരു 35 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇനിയൊരു എങ്ങനെ പോലും 250 കിലോമീറ്ററിന് മേലുണ്ട് ഊട്ടിയിലേക്ക് എത്താൻ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് 1 മണിയോടെ ഊട്ടിയിലെത്താനാണ് എൻ്റെ ഒരു പ്ലാനും. ഇപ്പോൾ ഒരു 9-9:15 കൊള്ളാം, നല്ല ഫുഡ്. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ട്. കൊള്ളാം. ഇത് നമ്മൾ നേരെ ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു വഴിക്കാണ്. കണ്ടല്ലേ, ഈ ഒരു കടയിലാണ് നമ്മൾ വന്നത്. ഇനി ബാക്ക് പാക്കും ജാക്കറ്റൊക്കെ എടുത്ത് നമ്മളിതാ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കോയമ്പത്തൂർ റോട്ടിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്നൊരു 60 കിലോമീറ്ററോളം ഉണ്ട് കോയമ്പത്തൂർ. ഉണ്ടോ, കേരളത്തിൻ്റെ ആ ഒരു അതേ ഒരു അതൊരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഇപ്പോൾ മേട്ടുപ്പാള എത്തിയിട്ടുണ്ട് കേട്ടോ. ഊട്ടിയിൽ നിന്നൊരു 40-45 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇനി ഊട്ടിയിലേക്ക്. അപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ബാഗൊക്കെ ഒന്ന് കെട്ടി വെച്ചു. കാരണം കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് നടുവൊക്കെ ഒരുപാട് സ്ട്രെയിൻ ആവുന്നുണ്ട്. ുള്ള ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തായാലും പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും തണുപ്പൊന്നുമില്ല. പിന്നെ ഹൈ റേഞ്ച് ആയതുകൊണ്ട് അവിടെ ആയിട്ട് മേളിലേക്ക് കയറുമ്പോൾ ചെറുതായിട്ടൊന്നും തണുക്കുന്നുണ്ട്. പക്ഷേ ഒട്ടും തന്നെ മഞ്ഞൊന്നുമില്ല കേട്ടോ. മഞ്ഞൊന്നുമില്ല. സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആണ്. അത്യാവശ്യം ഇടയ്ക്ക് വെയിലൊക്കെ ഉണ്ട്. ചൂടും തോന്നുന്നുണ്ട്, തണുപ്പൊന്നും തോന്നുന്നില്ല ഇതുവരെയും. പിന്നെ ഈ പറയും പോലെ എവിടെയും കാടിൻ്റേതായിട്ടുള്ളൊരു വശ്യതയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹൈ റേഞ്ചിലൂടെ കയറുമ്പോൾ. ഇപ്പോൾ ഞാനിവിടെ നിർത്തിയൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അധികം സമയം വൈകില്ല, നേരെ എന്തായാലും മുകളിലേക്ക് പോവാം.